everyone, welcome to Disha Academy. Disha Academyയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിന്റെ ബാക്കിയായിട്ടുള്ള ഗ്രാമർ റൂൾസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. സമയം കളയാതെ നമുക്ക് അടുത്ത ഗ്രാമർ റൂളിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റീവ് സെന്റൻസസ് എന്താണെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഒബ്ജക്റ്റീവ് സെന്റൻസസ് എന്താണ് എന്ന് നോക്കാം നമുക്ക്. അതായത് the sentence which expresses prayer, keen wish, blessing or strong desire or curse are called objective sentence. അതായത് ഒരു സെന്റൻസ്, അതായത് ഒരു വിഷിനെ, ഒരു ആഗ്രഹത്തെ സൂചിപ്പിക്കുന്ന ഒരു സെന്റൻസ്, അല്ലെങ്കിൽ ഒരു പ്രയറിനെ, പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്ന ഒരു സെന്റൻസ് ആകാം, ഒരു ബ്ലെസ്സിങ്ങിനെ സൂചിപ്പിക്കുന്ന ഒരു സെന്റൻസ് ആകാം, അല്ലെങ്കിൽ ഒരു കേഴ്സ്, ഒരു ശപിക്കുക, നീ ഇങ്ങനെ ആയി പോട്ടെ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ പറയത്തില്ല, കേഴ്സ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസയർ, ഇങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസ് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന സെൻറ്റൻസുകളെ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റീവ് സെൻറ്റൻസ്. എന്താണ് ഒബ്ജക്റ്റീവ് സെൻറ്റൻസ് എന്ന് വിളിക്കുന്നത്? ഒരു വിഷ്, അല്ലെങ്കിൽ ഒരു പ്രയർ, അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന സെൻറ്റൻസുകളെ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റീവ് സെൻറ്റൻസ്. എന്താണ് ഒബ്ജക്റ്റീവ് സെൻറ്റൻസ്? ഒരു വിഷ്, ഒരു പ്രയർ, അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ്, അല്ലെങ്കിൽ ഒരു കേഴ്സ്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഡിസയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളെ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റീവ് സെൻറ്റൻസസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് നെക്സ്റ്റ് വൺ, ദിസ് കൈൻഡ് ഓഫ് സെൻറ്റൻസ് ജനറലി സ്റ്റാർട്ട്സ് വിത്ത് മേ ആൻഡ് വിഷ്. ഈ ഒബ്ജക്റ്റീവ് സെൻറ്റൻസിൻ്റെ ഒരു പ്രത്യേകത, ഈ ഒബ്ജക്റ്റീവ് സെൻറ്റൻസ് നോർമലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നുകിൽ മേ അല്ലെങ്കിൽ വിഷ് എന്ന് പറയുന്ന വേർഡ്സ് വെച്ചിട്ടായിരിക്കാം. അപ്പോൾ ഒബ്ജക്റ്റീവ് സെൻറ്റൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കാം? ഒന്നുകിൽ മേ എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ വിഷ് എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ടായിരിക്കാം ഒബ്ജക്റ്റീവ് സെൻറ്റൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില സെൻറ്റൻസുകളിൽ മേ റിമെയിൻ ഹിഡൻ ആയിരിക്കാം. ചില സെൻറ്റൻസുകളിൽ നമുക്ക് മേ കാണാൻ പറ്റില്ല, മേ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും. എങ്കിലും അങ്ങനെയുള്ള സെൻറ്റൻസുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒബ്ജക്റ്റീവ് സെൻറ്റൻസസ് എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റീവ് സെൻറ്റൻസ്? ഒരു പ്രയർ, അല്ലെങ്കിൽ ഒരു വിഷ്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസയർ, അല്ലെങ്കിൽ ഒരു കേഴ്സ്, അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്രസ് ചെയ്യുന്ന സെൻറ്റൻസുകളെ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റീവ് സെൻറ്റൻസസ് എന്ന് വിളിക്കുന്നത്. ഒബ്ജക്റ്റീവ് സെൻറ്റൻസസ് നോർമലി സ്റ്റാർട്ട് ചെയ്യുന്നത് മേ എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ വിഷ് എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ടോ ആയിരിക്കാം നോർമലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചില സെൻറ്റൻസുകളിൽ മേ എന്ന് പറയുന്ന വേർഡ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കാം. മേ ഇല്ല എങ്കിലും അങ്ങനെയുള്ള സെൻറ്റൻസുകൾ എന്തെന്ന് വിളിക്കാം? ഒബ്ജക്റ്റീവ് സെൻറ്റൻസസ് എന്ന് തന്നെ വിളിക്കാൻ പറ്റും നമുക്ക്. നോക്കിക്കേ, ഇൻ ദ കേസ് ഓഫ് ഒബ്ജക്റ്റീവ് സെൻറ്റൻസ്, വെദർ ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ ഓർ പ്ലൂറൽ, വി യൂസ് ദ ബേസ് ഫോം ഓഫ് ദ വെർബ്. ഇറ്റ്സ് നോട്ട് ബേസ് ഫോം ഓഫ് ദ വെർബ്, ദാറ്റ് ഈസ് ദ V1. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് ഒബ്ജക്റ്റീവ് സെൻറ്റൻസിൽ വെദർ ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ ഓർ പ്ലൂറൽ, സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമ്മൾ യൂസ് ചെയ്യുന്ന വെർബ് എപ്പോഴും ബേസ് ഫോം ആയിരിക്കണം. അതായത് V1ൻ്റെ ബേസ് ഫോം, അതായത് എസ് ഇല്ലാത്ത V1. ഇപ്പോൾ എക്സാമ്പിൾ റൈറ്റ് ബേസ് ആണ്. റൈറ്റും റൈറ്റ്സും നമ്മൾ ഡിഫറൻസ് എന്താണ്? ഒരാൾ ബേസ് ആണ്, രണ്ടുപേരും V1 ആണ്. ഇതിനകത്ത് ഒരാൾ ബേസ് ആണ്. ഈ എസ് ഇല്ലാതെ വരുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് ബേസ്. ഇപ്പോൾ പ്ലേ ആൻഡ് പ്ലേസ്, രണ്ടുപേരും V1 ആണ്. അതിനകത്ത് പ്ലേ ആണ് ബേസ് എന്ന് പറയുന്നത്. റൺ ആൻഡ് റൺസ്, അതിനകത്ത് റൺ ആണ് ബേസ് ഫോം ഓഫ് ദ വെർബ് എന്ന് വിളിക്കുന്നത്. സിങ് ആൻഡ് സിങ്സ്, അതിനകത്ത് സിങ് ആണ് എന്തെന്ന് വിളിക്കുന്നത്? ബേസ് ഫോം ഓഫ് ദ വെർബ്. അതാണ് നമ്മൾ പറഞ്ഞിരിക്കേണ്ടത്. അതായത് ഒബ്ജക്റ്റീവ് സെൻറ്റൻസ് എന്താണെന്ന് പഠിച്ചു. എന്താണ് ഒബ്ജക്റ്റീവ് സെൻറ്റൻസ്? ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസയറോ, അല്ലെങ്കിൽ ഒരു പ്രയർ, അല്ലെങ്കിൽ ഒരു വിഷ്, അല്ലെങ്കിൽ ഒരു കേഴ്സ്, അല്ലെങ്കിൽ എന്താണ് പറയുക, ഒരു ബ്ലെസ്സിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്രസ് ചെയ്യുന്ന സെൻറ്റൻസുകളെ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റീവ് സെൻറ്റൻസസ്. ഒബ്ജക്റ്റീവ് സെൻറ്റൻസസ് മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മേ അല്ലെങ്കിൽ വിഷ് എന്ന് പറയുന്ന വേർഡ്സ് വെച്ചിട്ടായിരിക്കാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്കിൽ ചില സെൻറ്റൻസുകളിൽ മേ എന്ന് പറയുന്ന വേർഡ് നമുക്ക് കാണാൻ സാധിക്കില്ല. ഓക്കെ, ഇനി ഒബ്ജക്റ്റീവ് സെൻറ്റൻസിൽ, അതായത് എന്തൊരു സബ്ജക്റ്റ് ആയാലും, അതായത് സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും, ഒബ്ജക്റ്റീവ് സെൻറ്റൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെർബ് എപ്പോഴും ബേസ് ഫോം ഓഫ് ദ വെർബ് ആയിരിക്കണം. ദാറ്റ് ഈസ് V1. എസ് ഇല്ലാത്ത V1നെ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ബേസ് ഫോം ഓഫ് ദ വെർബ്, വെദർ ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ ഓർ പ്ലൂറൽ. ഓക്കെ ആണല്ലോ. എക്സാമ്പിൾസ് നോക്കിക്കേ. മേ ഗോഡ് ബ്ലസ് യു. ഗോഡ് എന്ന് പറയുന്ന ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്, ഗോഡ്. അത് കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന വെർബ് ബ്ലസ് ആണ്, ബ്ലസ്സസ് അല്ല, ബ്ലസ്. ലോങ് ലിവ് ദ കിങ്. ദ കിങ് എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്, സിംഗുലർ ആണല്ലോ ദ കിങ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിവിടെ യൂസ് ചെയ്ത വെർബ് എന്താണ്? ലിവ് ആണ്, അല്ലയോ? ഇവിടെ ഇവിടെ എന്താണ്? ലോങ് ലിവ് ദ കിങ്. ഇവിടെ മേയോ വിഷോ എന്ന് പറയുന്ന വേർഡൊന്നും ഇല്ല, ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ചേക്കാണ്. മേയും ഇല്ല വിഷുവും ഇല്ല. ഇവിടെ മേയും ഇല്ല വിഷുവും ഇല്ല, രണ്ടും ഇല്ല കേട്ടോ. ഓക്കെ ആണല്ലോ. വിഷ് എ ഹാപ്പി ജേർണി ടുഗെദർ. വിഷ് എ
ഹാപ്പി ജേർണി ടുഗെദർ. ഓക്കെ, ഇതൊരു വിഷ്ഫുൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് നമ്മൾ ഇത് വിഷ് ചെയ്യാണ് അല്ലേ. വിഷ് എ ഹാപ്പി ജേർണി, വിഷ് എ ഹാപ്പി മാരീഡ് ലൈഫ്, ഇതൊക്കെ പറയത്തില്ലേ. ഓക്കെ, മേ ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ എന്നൊക്കെ നമ്മൾ പറയുന്ന സെൻറ്റൻസുകളെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റേറ്റീവ് സെൻറ്റൻസസ്. അതായത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസയറോ അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ്ങോ അല്ലെങ്കിൽ ഒരു കേഴ്സോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രെയർ അല്ലെങ്കിൽ ഒരു കീനായിട്ടുള്ള ഒരു വിഷ്, കേഴ്സ്, ഇതിങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസുകളെല്ലാം നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റേറ്റീവ് സെൻറ്റൻസസ് എന്ന് വിളിക്കുന്നത്. ഒപ്റ്റേറ്റീവ് സെൻറ്റൻസസ് നോർമലി സ്റ്റാർട്ട് ചെയ്യുന്നത് മേ എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ടോ വിഷ് എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ടോ ആവാം നോർമലി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ ചില സെൻറ്റൻസുകളിൽ മേ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതാണ് സെക്കൻഡ് സെൻറ്റൻസ്, ലോങ് ലീവ് ദ കിങ്. മേ ദ കിങ്, മേ എന്നോ വിഷെന്നോ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. ലോങ് ലീവ് ദ കിങ്, രാജാവ് നീളനാൾ വാഴട്ടെ എന്നല്ലേ ഉള്ളൂ അല്ലേ. അവിടെ മേ എന്നോ വിഷെന്നോ ഉള്ള എന്താ പറയുക വേർഡ് മിസ്സിങ് ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, എന്താണ് ഒപ്റ്റേറ്റീവ് സെൻറ്റൻസസ് എന്ന് വിളിച്ചിരിക്കുന്നത്. ഒപ്റ്റേറ്റീവ് സെൻറ്റൻസസ് എന്നാൽ ഒരു ഡിസയറോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസയർ അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഒരു കേഴ്സ്, അല്ലെങ്കിൽ കേഴ്സ് മീൻസ് ശാപം, ശപിക്കുക എന്നുള്ളതാണ്. കേഴ്സ് അല്ലെങ്കിൽ ഒരു വിഷ് അല്ലെങ്കിൽ ഒരു പ്രെയർ, ഇങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസുകളെ എക്സ്പ്രസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന സെൻറ്റൻസുകളെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റേറ്റീവ് സെൻറ്റൻസസ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഒപ്റ്റേറ്റീവ് സെൻറ്റൻസസ്? ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസയർ അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ ഒരു കേഴ്സ് അല്ലെങ്കിൽ ഒരു വിഷ് അല്ലെങ്കിൽ ഒരു പ്രെയർ, ഇങ്ങനെയുള്ള സെൻറ്റൻസുകളെ എക്സ്പ്രസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്ന സെൻറ്റൻസുകളെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റേറ്റീവ് സെൻറ്റൻസസ് എന്ന് വിളിക്കുന്നത്. ഒപ്റ്റേറ്റീവ് സെൻറ്റൻസസ് നോർമലി സ്റ്റാർട്ട് ചെയ്യുന്നത് മേ വെച്ചിട്ടോ അല്ലെങ്കിൽ വിഷ് വെച്ചിട്ടോ ആയിരിക്കാം. ചില സെൻറ്റൻസുകളിൽ മേ എന്തായിരിക്കും മിസ്സിങ് ആയിരിക്കാം, ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കാം. മേ വെച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. മേ വെച്ചിട്ടോ വിഷ് വെച്ചിട്ടോ ആയിരിക്കാം നോർമലി ഒപ്റ്റേറ്റീവ് സെൻറ്റൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾസ് നോക്കിയാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ്. In the case of optative sentence, whether the subject is singular or plural, subject singular ആയിക്കോട്ടെ പ്ലൂറലും ആയിക്കോട്ടെ, ഒപ്റ്റേറ്റീവ് സെൻറ്റൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെർബ് എപ്പോഴും ബേസ് ഫോം ഓഫ് ദ വെർബ് ആയിരിക്കണം. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമ്മൾ യൂസ് ചെയ്യുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം? സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ബേസ് ഫോം ഓഫ് ദ വെർബ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് എസ് ഇല്ലാത്ത V1 വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഇത്ര ഓക്കെയാണല്ലോ. ഇതാണ് ഒപ്റ്റേറ്റീവ് സെൻറ്റൻസ്. എന്താണ്? In the case of optative sentence, whether the subject is singular or plural, we have to use the base form of the verb, that is V1. Okay? Okay ആണല്ലോ. അടുത്തത് അപ്പോൾ ഒപ്റ്റേറ്റീവ് സെൻറ്റൻസ് എന്താണെന്ന് മനസ്സിലായി. അടുത്തത് പറയാൻ പോകുന്നത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണ്. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്. Indefinite pronouns are words that refer to people, places or things in a general way, not specifically. സ്പെസിഫൈ ചെയ്ത് പറയുകയല്ല, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു വേയിലാണ്, പൊതുവായ ഒരു രീതിയിൽ. അതായത് എക്സാമ്പിൾസ് പറയാം. ഓക്കെ, അപ്പം അതായത് ഒരു സ്പെസിഫൈ ചെയ്ത് ഒരിക്കലും പറയത്തില്ല. ഇന്ന ആളെ അല്ലെങ്കിൽ ഇന്ന വ്യക്തിയെ അല്ലെങ്കിൽ ഇന്ന കാര്യത്തെ സ്പെസിഫൈ ചെയ്തല്ല, ഒരു പൊതുവായ രീതിയിൽ പറയുന്ന പ്രോനൗൺസ്. വേർഡ്സ് പേഴ്സണെ ആവാം, അതൊരു പ്ലേസ് ആവാം, തിങ് ആവാം, എന്തിനായാലും പൊതുവായ രീതിയിൽ പറയാൻ ഉപയോഗിക്കുന്ന വേർഡ്സുകളെ വിളിക്കുന്ന പേരാണ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. 8 ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണ് ഉള്ളത്. എത്ര ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണുള്ളത്? 8 ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണുള്ളത്. അപ്പോൾ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ്സ് ദാറ്റ് റെഫർ ടു പീപ്പിൾ, പ്ലേസസ് ഓർ തിങ്സ് ഇൻ എ ജനറൽ വേ, നോട്ട് സ്പെസിഫിക്കലി. പീപ്പിളിനെ, പ്ലേസസിനെ, തിങ്സിനെ റെഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ്. അത് വേർഡ്സ് ഉപയോഗിക്കുന്നത് ഒന്നിനെയും സ്പെസിഫൈ ചെയ്ത് പറയുകയല്ല, ജനറലായിട്ട് എന്തിനായാലും ജനറലായിട്ട് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ്സുകളെ വിളിക്കുന്ന പേരാണ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്ന് വിളിക്കുന്നത്. ഇൻഡെഫിനിറ്റ് ആണ്, ഡെഫിനിറ്റ് അല്ല, ഇൻഡെഫിനിറ്റ് ആണ്. 8 ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണ് ഉള്ളത്. എനിവൺ, എനിബഡി, സമ്മൺ, സംബഡി, എവ്രിവൺ, എവ്രിബഡി, നോവൺ, നോബഡി. ഓക്കെ ആണല്ലോ 8 എണ്ണം. എനിവൺ, എനിബഡി, സമ്മൺ, സംബഡി, എവ്രിവൺ, എവ്രിബഡി, നോവൺ, നോബഡി. 8 ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണുള്ളത്. എല്ലാവരും, ചിലരൊക്കെ, അവരെല്ലാം എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് ആരെയും സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റില്ലല്ലോ. ആരെയും നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. ആരും തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും നമ്മൾ ഒരു ഇന്ന ആളെ സ്പെസിഫൈ ചെയ്തല്ലല്ലോ അവിടെ പറയുന്നത്. ആരും തന്നെ ഹോംവർക്ക് ചെയ്തിട്ടില്ല, ഇല്ലയോ? അല്ല, എല്ലാവരും ഇന്ന ആളെന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടോ? ഇല്ല. ചിലരൊക്കെ എന്ന് പറയുന്നാൽ ഇന്ന ആളെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടോ? ഇല്ല.
ഓക്കെ. അപ്പം ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ഒരിക്കലും ആരെയും നമ്മൾ എന്ത് ചെയ്യത്തില്ല, സ്പെസിഫൈ ചെയ്ത് പറയാൻ ഉപയോഗിക്കത്തില്ല. ഒരു ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന, ജനറലായിട്ട് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നത്, ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് 8 എണ്ണമാണുള്ളത്. എനിവൺ എനിബഡി ഉണ്ട്, സമ്മൺ സംബഡി ഉണ്ട്, നോവൺ നോബഡി ഉണ്ട്, എവരിവൺ എവരിബഡി ഉണ്ട്. ഓക്കെ. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആർ കൺസിഡർഡ് ആസ് സിംഗുലർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്, സിംഗുലർ ആയിട്ടാണ് കാണേണ്ടത്. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആർ കൺസിഡർഡ് ആസ് സിംഗുലർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിനെ നമ്മളെപ്പോഴും സിംഗുലർ ആയിട്ടേ കാണാൻ പാടുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിനെ എങ്ങനെ കാണണം, ഒരു കാരണവശാലും സിംഗുലറായിട്ട് പ്ലൂറലായിട്ട് കാണരുത്, സിംഗുലറായിട്ടേ കാണാവൂ. ദാറ്റ് മീൻസ് അവർക്ക് ശേഷം, അതായത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് സബ്ജക്റ്റായിട്ട് വന്നാൽ അവർക്ക് ശേഷം വരുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം. എവ്രിബഡി ലവ്സ് റാം എന്നല്ലേ പറയുന്നത്, എവ്രിബഡി ലവ്സ് റാം. ഇവിടെ ലവ്സ് സിംഗുലർ ആയിട്ടുള്ള വെർബാണ്, സിംഗുലർ വെർബാണ്. സമ്മൺ ഈസ് അറ്റ് ദ ഡോർ സിംഗുലർ ആണ്. നോബഡി നോസ് ദ ആൻസർ സിംഗുലർ വെർബാണ്. നോക്കിക്കേ, ഇവിടെ എവ്രിബഡി വന്നു, ഇവിടെ സമ്മൺ വന്നു, ഇവിടെ നോബഡി വന്നു. അപ്പം നോക്കുക, എവ്രിബഡി ലവ്സ് റാം, സമ്മൺ ഈസ് അറ്റ് ദ ഡോർ, നോബഡി നോസ് ദ ആൻസർ. അപ്പം അറിഞ്ഞിരിക്കുക, എപ്പോഴും നമ്മൾ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിനെ നമ്മൾ എങ്ങനെ കാണാവൂ, സിംഗുലർ ആയിട്ടേ കാണാവൂ. എത്ര ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 എണ്ണമാണുള്ളത്. എനിവൺ എനിബഡി ഉണ്ട്, സമ്മൺ സംബഡി ഉണ്ട്, എവരിവൺ എവരിബഡി ഉണ്ട്, നോവൺ നോബഡി ഉണ്ട്. 8 ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണ് ഉള്ളത്. എത്രയാണ്? 8 ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണ് ഉള്ളത്. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിനെ സിംഗുലർ ആയിട്ട് കാണുക. ദാറ്റ് മീൻസ് അവർക്ക് ശേഷം ഉപയോഗിക്കുന്ന വെർബ് എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം. ഇത്ര അറിഞ്ഞിരുന്നാൽ മതി. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങളാണ്. 8 ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ഉണ്ട്. ഓക്കെ. 8 ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിവൺ എനിബഡി, സമ്മൺ സംബഡി, നോവൺ നോബഡി, സമ്മൺ സംബഡി, നോവൺ നോബഡി, എവരിവൺ എവരിബഡി, എനിബഡി, എന്താ പറയുക, ഒന്നുകൂടെ പറയാം. എനിവൺ എനിബഡി, സമ്മൺ സംബഡി, എവരിവൺ എവരിബഡി, നോവൺ നോബഡി. ഓക്കെ. ഈ ഓർഡറിൽ അങ്ങ് പഠിച്ചാൽ മതി. അപ്പം ഈ 8 ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിനെ നമ്മൾ എങ്ങനെ കാണുക, സിംഗുലർ ആയിട്ടേ കാണാവൂ. ദാറ്റ് മീൻസ് ഇവർക്ക് ശേഷം വരുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് ഒപ്റ്റേറ്റീവ് സെന്റൻസ് ഒന്നുകൂടെ പറയാം. ഒപ്റ്റേറ്റീവ് സെന്റൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷ്, ഒരു കേഴ്സ്, അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ്, അല്ലെങ്കിൽ ഒരു പ്രെയർ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കേഴ്സ്, വിഷ്, പ്രെയർ, ഒരു ആഗ്രഹമില്ലേ, ആഗ്രഹം, നമുക്ക് വിഷ്, അത് സ്ട്രോങ് ആയിട്ടുള്ള വിഷ്, അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ്, ഓക്കെ, അല്ലെങ്കിൽ ഒരു കേഴ്സ്, അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ്ങില്ലേ, ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ ഡിസയർ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസയർ, അല്ലെങ്കിൽ ഒരു ഡ്രീം, സ്ട്രോങ് ആയിട്ടുള്ള ഡ്രീംസ്, ഇതിനെയൊക്കെ നമ്മൾ വിഷ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റേറ്റീവ് സെൻറ്റൻസസ് എന്ന് വിളിക്കുന്നത്. ഒപ്റ്റേറ്റീവ് സെൻറ്റൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മേ വെച്ചിട്ട് വിഷ് വെച്ചിട്ടും ആയിരിക്കും നോർമലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ആയിരിക്കും, മേ വെച്ചിട്ടോ വിഷ് വെച്ചിട്ടോ ആയിരിക്കും ഒപ്റ്റേറ്റീവ് സെൻറ്റൻസ് നോർമലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില സെൻറ്റൻസുകളിൽ മേ എന്ന് പറയുന്ന വേർഡ് മിസ്സിങ് ആയിരിക്കും, ഹൈഡ് ചെയ്തിരിക്കും. ഓക്കെ. നിർബന്ധമില്ല, മേ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. വിഷ് വെച്ചിട്ടും സ്റ്റാർട്ട് ചെയ്യാം. ചില സെൻറ്റൻസിൽ ഇത് രണ്ടും ഇല്ലാതെയും സ്റ്റാർട്ട് ചെയ്യാം. ലോങ് ലീവ് ദ കിങ്, അതായത് കിങ്, രാജാവ് നീണാൾ വാഴട്ടെ എന്ന് പറയുന്നതിന് അത് മേയും ഇല്ല, വിഷും ഇല്ല. പക്ഷേ ദാറ്റ് വൺ ഈസ് ഓൾസോ ഈസ് ആൻ ഒപ്റ്റേറ്റീവ് സെൻറ്റൻസ്. അതും ഒരു ഒപ്റ്റേറ്റീവ് സെൻറ്റൻസ് ആണ്. In the case of optative sentence, whether the subject is singular or plural, we use the base form of the verb. We use the base form of the verb, that is the V1. ഒപ്റ്റേറ്റീവ് സെൻറ്റൻസുകളിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ബേസ് ആയിട്ടുള്ള ഫോം ഓഫ് ദ വെർബ് ആയിരിക്കണം. ദാറ്റ് ഈസ് എസ് ഇല്ലാത്ത V1 ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ, മേ ഗോഡ് ബ്ലസ് യു. ബ്ലസ് എന്ന് പറയുന്ന വേർഡാണ് ഇവിടെ വന്നത്. ബ്ലസ്സസ് അല്ല, ഗോഡാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. പക്ഷേ ഇവിടെ ബ്ലസ് ആണ് വന്നത് അല്ലേ. V1 പ്ലൂറൽ V1 ആണ്, അതായത് ബേസ് ആണ്. ബേസ് V1 ആണ്, ബേസ് ആയിട്ടുള്ളതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കിങ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. പക്ഷേ നമ്മളിവിടെ ലീവ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ബേസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ബേസ്. അടുത്തത്, വിഷ് എ ഹാപ്പി ജേർണി ടുഗെദർ. എന്താണ് ഒരു ഹാപ്പി ജേർണി, അല്ലെങ്കിൽ വിഷ് എ ഹാപ്പി മാരീഡ് ലൈഫ് എന്നൊക്കെ പറയത്തില്ലേ. ഇതിനെല്ലാം നമ്മൾ ഒപ്റ്റേറ്റീവ് സെൻറ്റൻസസ് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പറഞ്ഞത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണെന്ന് പറഞ്ഞു. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് 8 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. എനിവൺ എനിബഡി, സമ്മൺ സംബഡി, നോവൺ നോബഡി, എവരിവൺ എവരിബഡി ആർ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്.
ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആർ കൺസിഡേർഡ് ആസ് എ സിംഗുലർ ആൻഡ് യൂസ് എ സിംഗുലർ വെർബ്. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിനെ സിംഗുലർ ആയിട്ടേ കാണാവൂ. അതായത് അതിനുശേഷം ഉപയോഗിക്കുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അത് ഓർത്തിരിക്കുക കേട്ടോ. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആർ കൺസിഡേർഡ് സിംഗുലർ ആൻഡ് യൂസ് എ സിംഗുലർ വെർബ്. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിനെ സിംഗുലർ ആയിട്ടേ കാണാവൂ. അതായത് അതിനുശേഷം ഉപയോഗിക്കുന്ന വെർബും സിംഗുലർ ആയിരിക്കണം. എവരിബഡി ലവ്സ് റാം. എവരിബഡി ലവ്സ് സിംഗുലർ അല്ലേ, അതുകൊണ്ട് സിംഗുലർ വെർബ് യൂസ് ചെയ്തു. സമ്മൺ ഈസ് അറ്റ് ദ ഡോർ. സമ്മൺ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, അതുകൊണ്ട് സിംഗുലർ ആയിട്ടുള്ള ഈസ് ഉപയോഗിച്ചു. നോബഡി നോസ് ദ ആൻസർ. നോബഡി നോസ് ദ ആൻസർ സിംഗുലർ വെർബ്. കണ്ടോ? അപ്പം ഏതായാലും ഇവിടെ വരുന്നത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണെങ്കിൽ, സബ്ജക്റ്റിൻ്റെ പ്ലേസിൽ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ ഈ സിംഗുലർ ആയിട്ടുള്ള വെർബാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് കാര്യമാണ് പഠിച്ചത്. ഒബ്ജക്റ്റീവ് സെൻറ്റൻസ് എന്താണെന്ന് പഠിച്ചു, ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ ആണല്ലോ? അടുത്തത് സ്യൂഡോ സബ്ജക്ട്സ്. എന്താണ് അടുത്തത്? സ്യൂഡോ സബ്ജക്ട്സ്. എ സ്യൂഡോ സബ്ജക്ട് ഓൾസോ കോൾഡ് ഡമ്മി സബ്ജക്റ്റ് is a word used as the subject of a sentence even though it does not have a real meaning. ഈ സ്യൂഡോ സബ്ജക്റ്റിൻ്റെ മറ്റൊരു പേരാണ് ഡമ്മി സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സബ്ജക്റ്റ് കാണാത്ത സെൻറ്റൻസ്, ഇല്ലാത്ത സെൻറ്റൻസിൽ നമ്മളൊരു സബ്ജക്റ്റിനെ നമ്മളങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സബ്ജക്റ്റുകളെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ സബ്ജക്റ്റ്, അല്ലെങ്കിൽ എന്തെന്ന് വിളിക്കുന്നത് ഡമ്മി സബ്ജക്റ്റ്. അപ്പോൾ എന്താണ്? ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ റിയൽ സബ്ജക്റ്റ്. അതായത് ഒരു റിയൽ മീനിങ് ഇല്ലാത്ത ഒരു സബ്ജക്റ്റിനെ, ഒരു റിയൽ മീനിങ് ഇല്ലാത്ത ഒരു സെൻറ്റൻസിലെ ഒരു സബ്ജക്റ്റിന് ഇല്ലെങ്കിൽ നമ്മളൊരു വേർഡിനെ അങ്ങ് കൊടുക്കും. ആ ഒരു വേർഡിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഡമ്മി സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ഈസ് എ വേർഡ് യൂസ്ഡ് ആസ് എ സബ്ജക്റ്റ് ഓഫ് എ സെൻറ്റൻസ് ഈവൻ ദോ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ റിയൽ മീനിങ്. ഒരു റിയൽ മീനിങ് ഇല്ലാത്ത ഒരു വേർഡിനെ നമ്മൾ സ്യൂഡോ ആയിട്ട്, ഡമ്മി ആയിട്ട് നമ്മളങ്ങ് കൊടുക്കുന്ന വേർഡിനെ വിളിക്കുന്ന പേരാണ് ഡമ്മി സബ്ജക്റ്റ് അല്ലെങ്കിൽ സ്യൂഡോ സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കാം, അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. ഓക്കെ, ദ മോസ്റ്റ് കോമൺ സ്യൂഡോ സബ്ജക്ട്സ് ഇൻ ഇംഗ്ലീഷ് ആർ ഇറ്റ് ആൻഡ് ദെയർ. ഇറ്റും ദെയറുമാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇറ്റാണ് കേട്ടോ. ദെയറും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ എങ്കിലും ഏറ്റവും കൂടുതലും സ്യൂഡോ സബ്ജക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റാണ്. അപ്പോൾ എന്താണ് സ്യൂഡോ സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇറ്റ്സ് എ വേർഡ് യൂസ്ഡ് ആസ് എ സബ്ജക്റ്റ് ഓഫ് എ സെൻറ്റൻസ് ഈവൻ ദോ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ റിയൽ മീനിങ്. ഒരു റിയൽ മീനിങ് ഇല്ലാത്ത സെൻറ്റൻസിൽ നമ്മളൊരു വേർഡ് അങ്ങ് കൊടുക്കുകയാണ്. ആ സെൻറ്റൻസിൽ അത് സബ്ജക്റ്റായിട്ട് നമ്മളങ്ങ് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്ന ആ വേർഡിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. സ്യൂഡോ സബ്ജക്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇറ്റിനെ അല്ലെങ്കിൽ ദെയറിനെ ആയിരിക്കും നമ്മൾ സ്യൂഡോ സബ്ജക്റ്റായിട്ട് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ ഇറ്റായിരിക്കാം അല്ലെങ്കിൽ ദെയറായിരിക്കാം. അതായത് ദേ ആർ യൂസ് ടു മേക്ക് എ സെൻറ്റൻസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്. അതായത് ഗ്രാമാറ്റിക്കലി ആ സെൻറ്റൻസിനെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? സ്യൂഡോ സബ്ജക്റ്റ് കൊടുക്കുന്നത്. ഇതിൽ സ്യൂഡോ സബ്ജക്റ്റ് കൊടുത്തില്ലെങ്കിൽ ആ സെൻറ്റൻസ് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് മാറും. അതിന് വേണ്ടിയിട്ടാണ്. അർത്ഥമൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ റിയൽ മീനിങ്, അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ലെങ്കിലും നമ്മളൊരു സ്യൂഡോ സബ്ജക്റ്റിനെ കൊടുക്കുന്നത് ഗ്രാമാറ്റിക്കലി അതിനെ എന്താക്കാൻ വേണ്ടിയിട്ടാണ്? കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കൊടുക്കുന്ന സബ്ജക്റ്റുകളെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ സബ്ജക്റ്റ്. സ്യൂഡോ സബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇറ്റിനെയും ദെയറിനെയുമാണ്. ഓക്കെ ആണല്ലോ? ബീയിങ് എ റെയിനി ഡേ ഐ ഡിഡ് നോട്ട് ഗോ ടു സ്കൂൾ ഇൻകറക്റ്റ് ആണ്. അതായത് ബീയിങ് എ റെയിനി ഡേ, അതായത് റെയിനി ഡേ ആണ്, ഐ ഡിഡ് നോട്ട് ഗോ ടു സ്കൂൾ. അപ്പം ബീയിങ് എ റെയിനി ഡേയും ഐ ഡിഡ് നോട്ട് ഗോ ടു സ്കൂളും തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല. ഓക്കെ, ബീയിങ് എ റെയിനി ഡേ, ബീയിങ് എ റെയിനി ഡേ, അതും ഐ ഡിഡ് നോട്ട് ഗോ ടു സ്കൂളിനകത്ത് ഐ എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബീയിങ് എ റെയിനി ഡേക്ക് എന്തില്ല? ഒരു എന്താ പറയുന്ന ഒരു കണക്ഷൻ ഇല്ല, ഒരു റിലേഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്യൂഡോ സബ്ജക്റ്റിനെ കൊടുക്കുന്നു. നമ്മൾ എന്ത് കൊടുക്കുന്നു? ഒരു സ്യൂഡോ സബ്ജക്റ്റിനെ കൊടുക്കുന്നു, ഒരു ഇറ്റിനെ കൊടുക്കുന്നു. അവിടെ എന്താ കൊടുക്കുന്നു? ഒരു ഇറ്റിനെ കൊടുക്കുന്നു. അപ്പോൾ നമ്മളവിടെ ഒരു ഇറ്റിനെ കൊടുത്തു, അതായത് കാണിത് ഇറ്റിനെ കൊടുത്തു. അപ്പോൾ എന്താ പറയുന്നത്? ഇറ്റ് ബീയിങ് എ റെയിനി ഡേ ഐ ഡിഡ് നോട്ട് ഗോ ടു സ്കൂൾ. അതൊരു റെയിനി ഡേ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല? സ്കൂളിൽ പോയില്ല. അപ്പോൾ അത് ശരിയായി അല്ലേ? അല്ലെങ്കിൽ ബീയിങ് എ റെയിനി ഡേ, ബീയിങ് എ റെയിനി ഡേ, ബീയിങ് എ റെയിനി ഡേ ഐ ഡിഡ് നോട്ട് ഗോ ടു സ്കൂൾ എന്ന് പറയുന്നത് അത് സെൻറ്റൻസ് മീനിങ് ഫുൾ ആവുന്നില്ല. കാരണം ബീയിങ് എ റെയിനി ഡേക്ക് അത് എന്തില്ല? ഒരു സബ്ജക്റ്റ് ഇല്ല, ഒരു സബ്ജക്റ്റ് ഇല്ല. ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ഈ സെൻറ്റൻസിൽ ഐ ഡിഡ് നോട്ട് ഗോ ടു സ്കൂളിനകത്ത് ഐ ആണ് ഇതിനകത്തുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത്. നോക്കി, ഇൻ ദ എബോവ് എക്സാമ്പിൾ ദർ ഈസ് നോ സബ്ജക്റ്റ് ഫോർ എ റെയിനി ഡേ. ഫോർ എ ബീയിങ് എ റെയിനി ഡേക്ക് അത് എന്തില്ല? ഒരു സബ്ജക്റ്റ് ഇല്ല. ഓക്കെ, ദ മെയിൻ സബ്ജക്റ്റ് ഐ ആണ്. ഐ ഇല്ലേ ഇതിനകത്തുള്ള ഐ ഈ ഐ എന്ന് പറയുന്നതിനകത്ത് യാതൊരു റിലേഷനും ഇല്ല. ഈ ബീയിങ് എ റെയിനി ഡേ ആയിട്ട് ഐക്ക് യാതൊരു റെയിനി ഡേ ആയിട്ട് യാതൊരു റിലേഷനും ഇല്ല. സോ വി ആഡ് ദ സ്യൂഡോ സബ്ജക്റ്റ് ഇറ്റ്. അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട്
അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറ്റ് എന്ന് പറയുന്ന ഒരു സ്യൂഡോ സബ്ജക്റ്റിനെ അവിടെ കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പം ബീയിങ് എ റെയിനി ഡേ ഐ ഡിഡ് നോട്ട് ഗോ ടു സ്കൂൾ എന്ന് പറയുന്ന ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. അപ്പോൾ അതായത് ഐ ഡിഡ് നോട്ട് ഗോ ടു സ്കൂളിൽ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിന് റെയിനി ഡേ എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് അല്ലെങ്കിൽ വേർഡുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല, റെയിനി ഡേയുമായിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്യൂഡോ സബ്ജക്റ്റിനെ നമ്മളങ്ങോട്ട് കൊടുക്കുകയാണ്, ഒരു ഡമ്മി സബ്ജക്റ്റ് നമ്മളങ്ങോട്ട് കൊടുക്കുകയാണ്, ദാറ്റ് ഈസ് ഇറ്റ്. അപ്പോൾ എന്താ പറയുന്നത്? ഇറ്റ് ബീയിങ് എ റെയിനി ഡേ, അതൊരു റെയിനി ഡേ ആയതുകൊണ്ട് ഐ ഡിഡ് നോട്ട് ഗോ ടു സ്കൂൾ, അതൊരു റെയിനി ഡേ ആയതുകൊണ്ട് ഞാനന്ന് സ്കൂളിൽ പോയില്ല. അപ്പോൾ കറക്റ്റായി അല്ലേ? അപ്പോൾ അവിടെ എന്ത് മിസ്സിങ് ആയിരുന്നു? ഇറ്റ് മിസ്സിങ് ആയിരുന്നു. ഇറ്റിനെ നമ്മളവിടെ ഒരു സ്യൂഡോ വേർഡായിട്ട് അല്ലെങ്കിൽ ഡമ്മി സബ്ജക്റ്റായിട്ട് ഇറ്റിനെ നമ്മളവിടെ ആഡ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വൺ ബീയിങ് ഇല്ല് ഹീ ഡിഡ് നോട്ട് കം ടു ക്ലാസ്. അത് കറക്റ്റാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെന്ന് പറയുന്നതും ഹീ എന്ന് പറയുന്നതും തമ്മിൽ റിലേഷൻ ഉണ്ട്. ബീയിങ് ഇല്ല് സുഖമില്ലാത്തത് കൊണ്ട് ഹീ ഡിഡ് നോട്ട് കം ടു ക്ലാസ്, ഈ സുഖമില്ലാത്തത് കൊണ്ട് ഹീ ഡിഡ് നോട്ട് കം ടു ക്ലാസ്, അത് കണക്ഷൻ ഉണ്ട് ഇല്ലയോ? അപ്പം ഇല്ലെന്ന് പറയുന്ന വേർഡും ഹീ എന്ന് പറയുന്ന വേർഡുമായിട്ട് എന്തുണ്ട്? കണക്ഷൻ ഉണ്ട്. സുഖമില്ലാത്തത് കൊണ്ട് ബീയിങ് ഇല്ല് ഹീ ഡിഡ് നോട്ട് കം ടു ദ ക്ലാസ്, അവിടെ എന്തിൻ്റെ ആവശ്യമില്ല? സ്യൂഡോ സബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല. അവിടെ അവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ കണക്ഷൻ ഇല്ല എങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? ഒരു സ്യൂഡോ സബ്ജക്റ്റിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. സ്യൂഡോ സബ്ജക്റ്റ് മീൻസ് ഡമ്മി സബ്ജക്റ്റ് ആണ് കേട്ടോ. In this example, there is no need for a pseudo subject because ill in the first part refers to the main subject, main എന്താ പറയുന്നത് സബ്ജക്റ്റ് ഹിയർ. ഈ ഹീ എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ് ഇല്ലെന്ന് പറയുന്ന ഈ ഒരു വേർഡുമായിട്ട് എന്തുകൊണ്ട് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ദർ ഈസ് നോ നീഡ് ഓഫ് എ സ്യൂഡോ സബ്ജക്റ്റ്. അതുകൊണ്ട് ആ സെൻറ്റൻസിനകത്ത് ദർ ഈസ് നോ നീഡ് ഓഫ് എ സ്യൂഡോ സബ്ജക്റ്റ്, ഒരു സ്യൂഡോ സബ്ജക്റ്റിൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, ബീയിങ് വേക്കൻറ്റ് ഐ ഡിഡ് നോട്ട് എൻറ്റർ ദ റൂം, ദ സെൻറ്റൻസ് ഈസ് ഇൻകറക്റ്റ് ആണ്. ഈ സെൻറ്റൻസ് ഇൻകറക്റ്റ് ആണ്. അതായത് ബീയിങ് വേക്കൻറ്റ്, ഇതിനകത്ത് ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ്, ഐ ഡിഡ് നോട്ട് എൻറ്റർ ദ റൂം, ഇങ്ങനെയാണ് നോക്കേണ്ടത്. ഐ എന്ന് പറയുന്ന വേർഡും തൊട്ട് മുമ്പേ തന്നേക്കുന്ന ആ വേർഡും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കണം. റിലേഷൻ ഇല്ല എങ്കിൽ മാത്രം നിങ്ങൾ സ്യൂഡോ സബ്ജക്റ്റിനെ കൊടുക്കുക. റിലേഷൻ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്യൂഡോ സബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ സെൻറ്റൻസ് ഇൻകറക്റ്റ് ആണ്. വേക്കൻ്റ് എന്ന് പറയുന്നതുമായിട്ടും ഐക്കും യാതൊരു ബന്ധവും ഇല്ല. ഓക്കെ, അപ്പോൾ എന്ത് കൊടുക്കുന്നു? ഇറ്റ് ബീയിങ് വേക്കൻ്റ് ഐ ഡിഡ് നോട്ട് എൻറ്റർ ദ റൂം, അത് വേക്കൻ്റ് ആയതുകൊണ്ട് ഐ ഡിഡ് നോട്ട് എൻറ്റർ ദ റൂം. ഇറ്റ് ബീയിങ് വേക്കൻ്റ്, അത് വേക്കൻ്റ് ആണ്. ഐ ഡിഡ് നോട്ട് എൻറ്റർ ദ റൂം. അപ്പം ഇവിടെ നമ്മളിപ്പോൾ എന്ത് കൊടുക്കുന്നു? അപ്പോൾ ഇറ്റ് കൊടുക്കുന്നു. അപ്പം നമ്മൾ നോക്കേണ്ടത് ഈ രണ്ടാമത് തന്നിരിക്കുന്ന സെക്കൻഡ് പാർട്ടിലെ സബ്ജക്റ്റിനെ എടുക്കുക. സബ്ജക്റ്റിന് ഈ ഫസ്റ്റ് പാർട്ടിൽ തന്നിരിക്കുന്ന വേർഡുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. കണക്ഷൻ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റിനെ കൊടുക്കേണ്ട ആവശ്യമില്ല. കണക്ഷൻ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റിനെ കൊടുത്ത് ആ സെൻറ്റൻസ് ഗ്രാമാറ്റിക്കലി നിങ്ങൾ കറക്റ്റ് ആക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇറ്റിനെ കൊടുക്കുന്ന ആ ഇറ്റിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ സബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പറയാം ഒത്തിരി ബുക്സ് ഉണ്ട്, ടേബിളിൻ്റെ പുറത്ത് ഒത്തിരി ബുക്സ് ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുകയാണ് ദർ ആർ മെനി ബുക്സ് ഓൺ ദ ടേബിൾ. അപ്പോൾ ആ സെൻറ്റൻസ് മീനിങ് ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ദെയർ കൊടുത്തു അല്ലേ. ദർ ആർ മെനി ബുക്സ് ഓൺ ദ ടേബിൾ എന്ന് പറയുന്നു. അപ്പോൾ ദെയറും ആറും ദെയറൊന്നും അവിടെ ഒരു ഒരു ആവശ്യമില്ലാത്ത വേർഡാണ്. പക്ഷേ എങ്കിലും ആ സെൻറ്റൻസ് മീനിങ് ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ എന്ത് കൊടുത്തത്? ദെയർ കൊടുത്തത് അല്ലേ. ദെയർ ആർ മെനി ബുക്സ് ഓൺ ദ ടേബിൾ. മെനി ബുക്സ് ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് മീനിങ് ഫുൾ ആവുന്നില്ല. മെനി ബുക്സ് ഓൺ ദ ടേബിൾ എന്ന് പറയുമ്പോൾ അതൊരു മീനിങ് ഫുൾ സെൻറ്റൻസ് ആകുന്നില്ല. ഒരു മീനിങ് ഫുൾ സെൻറ്റൻസ് ആകാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഒരു സ്യൂഡോ സബ്ജക്റ്റിനെ കൊടുക്കുകയാണ്. എന്തെന്ന് പറയുന്നത്? ഒരു ദെയറിനെ കൊടുത്തു. അപ്പോൾ എന്താ വന്നു? ദെയർ ആർ മെനി ബുക്സ് ഓൺ ദ ടേബിൾ എന്ന് വന്നു. ഓക്കെ, അതൊരു എക്സാമ്പിളാണ്, ദെയർ വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ് അത്. ഓക്കെ, അപ്പോൾ സ്യൂഡോ സബ്ജക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ ഇറ്റാണ് അല്ലെങ്കിൽ ദെയറാണ്. ഇറ്റാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് കാണുന്നത്, ഇറ്റ്. ദെയറും യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് സ്യൂഡോ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റും ദെയറും ആണ്. എന്താണ് സ്യൂഡോ സബ്ജക്റ്റ് എന്ന് മനസ്സിലായല്ലോ. In the above example, there is no subject of vacant which has no relation with the main subject I. Thus, we need a pseudo subject to make the sentence grammatically correct. Vacant എന്ന് പറയുന്ന വേർഡുമായിട്ട് there is no relationship between vacant and I. വേക്കൻറ്റും ഐയുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല. അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്യൂഡോ സബ്ജക്റ്റായിട്ടുള്ള ഇറ്റ് അവിടെ കൊടുത്തത്. ഓക്കെ ആണല്ലോ, അതാണ് ആ എക്സാമ്പിൾ. അപ്പോൾ എന്താണ് സ്യൂഡോ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഡമ്മി സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് എ വേർഡ് യൂസ്ഡ് ആയ ദ സബ്ജക്റ്റ് ഓഫ് എ സെൻറ്റൻസ് ഈവൻ ദോ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ റിയൽ മീനിങ്. അതായത് ഇറ്റ്സ് എ വേർഡ് യൂസ്ഡ് ആയ ദ സബ്ജക്റ്റ് ഓഫ് എ സെൻറ്റൻസ്
അതായത് സബ്ജക്റ്റ് ഓഫ് ദ സെൻറ്റൻസ് ആയിട്ട് നമ്മളൊരു വേർഡിനെ കൊടുക്കും. ഈ ഡസ് നോട്ട് ഹാവ് എ റിയൽ മീനിങ്. അതിനൊരു റിയൽ മീനിങ് ഒന്നും ഉണ്ടാവത്തില്ല, പക്ഷെ നമ്മളൊരു വേർഡിനെ അങ്ങ് കൊടുക്കുകയാണ്. അങ്ങനെയുള്ള വേർഡിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഡമ്മി സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു അങ്ങനെ ഒരു വേർഡിനെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്യൂഡോ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഡമ്മി സബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കോമൺ ആയിട്ട് ഇറ്റും ദെയറുമാണ്. ഇറ്റിനെയും ദെയറിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്യൂഡോ സബ്ജക്ട്സ്. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്യൂഡോ സബ്ജക്റ്റ് എപ്പോഴാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ടി വരുന്ന സബ്ജക്റ്റ് ഫസ്റ്റ് പാർട്ടി വരുന്ന വേർഡുമായിട്ട് കണക്ഷൻ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്യൂഡോ സബ്ജക്റ്റിനെ കൊടുക്കുന്നു. ഇറ്റിനെ കൊടുക്കുക അല്ലെങ്കിൽ ദെയറിനെ കൊടുക്കുക. ഓക്കെ, ഇറ്റ് അല്ലെങ്കിൽ ദെയർ. അപ്പോൾ എന്താണ് ഒബ്ജക്റ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്? പ്രെയർ അല്ലെങ്കിൽ വിഷ് അല്ലെങ്കിൽ ബ്ലെസ്സിങ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഡിസയർ അല്ലെങ്കിൽ കേഴ്സ് അല്ലെങ്കിൽ ഒരു ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന സെൻറ്റൻസുകളെ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റീവ് സെൻറ്റൻസസ് എന്ന് വിളിക്കുന്നത്. ഒബ്ജക്റ്റീവ് സെൻറ്റൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മേ അല്ലെങ്കിൽ വിഷ് എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ടായിരിക്കും സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മേ അല്ലെങ്കിൽ വിഷ്. ഓക്കെ, സംടൈംസ് ചില സെൻറ്റൻസുകളിൽ മേ റിമെയിൻ ഹിഡൻ ആയിരിക്കാം, ചില സെൻറ്റൻസുകളിൽ മേ എന്തായിരിക്കാം ഹൈഡ് ചെയ്തിരിക്കും, കാണണമെന്ന് നിർബന്ധമില്ല. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇൻ ദ കേസ് ഓഫ് ഒബ്ജക്റ്റീവ് സെൻറ്റൻസ് വെദർ ദ സബ്ജക്റ്റ് ഈസ് സിംഗുലർ ഓർ പ്ലൂറൽ വി യൂസ് ദ ബേസ് ഫോം ഓഫ് ദ വെർബ് ദാറ്റ് ഈസ് V1. അതായത് സബ്ജക്റ്റ് ഇൻ ഒബ്ജക്റ്റീവ് സെൻറ്റൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ശരി നമ്മൾ യൂസ് ചെയ്യുന്ന വെർബ് ഫോം എപ്പോഴും ബേസ് ഫോം ഓഫ് ദ വെർബ് ആയിരിക്കണം. ഓക്കെ, ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് 8 എണ്ണം ഉണ്ട്. അതായത് എനിവൺ എനിബഡി, സമ്മൺ സംബഡി, എവരിവൺ എവരിബഡി, നോവൺ നോബഡി എന്ന് പറയുന്ന 8 ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണ്. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആർ കൺസിഡേർഡ് ആസ് സിംഗുലർ എന്നാണ് കേട്ടോ. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിനെ നമ്മൾ എങ്ങനെ കാണേണ്ടത്? സിംഗുലർ ആയിട്ടാണ് കാണേണ്ടത്. അതായത് സിംഗുലർ ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. അപ്പോൾ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് 8 ആണ്. എനിവൺ എനിബഡി, സമ്മൺ സംബഡി, എവരിവൺ എവരിബഡി, നോവൺ നോബഡി. ഇതാണ് 8 ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിനെ നമ്മൾ സിംഗുലർ ആയിട്ട് കാണുക, അതായത് അതിനുശേഷം യൂസ് ചെയ്യുന്ന വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. സ്യൂഡോ സബ്ജക്ട്സ് അല്ലെങ്കിൽ ഡമ്മി സബ്ജക്ട്സ് ഒരു സെൻറ്റൻസിൽ നമ്മൾ റിയൽ മീനിങ് ഇല്ല എങ്കിലും നമ്മൾ ആഡ് ചെയ്യുന്ന വേർഡുകളെ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന വേർഡുകളെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ സബ്ജക്റ്റ് അഥവാ ഡമ്മി സബ്ജക്റ്റ്. ഡമ്മി സബ്ജക്റ്റ് അല്ലെങ്കിൽ സ്യൂഡോ സബ്ജക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2 വേർഡ്സ് ആണ് ഇറ്റ് അല്ലെങ്കിൽ ദെയർ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ് കേട്ടോ. When 2 different helping verbs are required in a sentence, we always use the main verb in both the cases. അതായത് when 2 different helping verbs are required in a sentence, we always use the main verb in both the cases. എക്സാമ്പിൾ നോക്കേ, I have never and will never watch this movie. ഇതിനകത്ത് 2 ഹെൽപ്പിംഗ് വേർബ്സ് ഉണ്ട്. ശ്രദ്ധിച്ചിരുന്നോണേ, 2 ഹെൽപ്പിംഗ് വേർബ്സ് ഉണ്ട്. അതായത് ഒന്ന് ഹാവ് ഉണ്ട്, ഒന്ന് വില്ലുണ്ട്. ഓക്കെ, അപ്പോൾ 2 ഹെൽപ്പിംഗ് വേർബ്സ്. ഫസ്റ്റ് വൺ ഈസ് ഹാവ് ആൻഡ് ദ അതർ വൺ ഈസ് വില്ല്. ഓക്കെ, ഒന്നാമത്തത് ഹാവ്, രണ്ടാമത്തത് വില്ല്. അപ്പോൾ ഇതിന് ശേഷം തന്നേക്കുന്ന മെയിൻ വെർബ് എന്നുള്ളത് വാച്ച് എന്നുള്ളതാണ്, വാച്ച്. അപ്പം ഇതിന് ശേഷം തന്നേക്കുന്ന മെയിൻ വെർബ് ആദ്യത്തെ ഹെൽപ്പിംഗ് വെർബിനും സ്യൂട്ടബിൾ ആവണം, രണ്ടാമത്തെ വെർബിനും സ്യൂട്ടബിൾ ആവുന്നതായിരിക്കണം. അതായത് 2 ഹെൽപ്പിംഗ് വേർബ്സ് വരുന്ന സെൻറ്റൻസിൽ, ഓക്കെ ആണോ, 2 ഹെൽപ്പിംഗ് വേർബ്സ് വരുന്ന സെൻറ്റൻസിൽ അതിനുശേഷം ഒരു മെയിൻ വെർബ് കൊടുക്കും. ഒറ്റ മെയിൻ വെർബേ വരുള്ളൂ. ഓക്കെ, എററായിട്ട് വരുമ്പോൾ ഒറ്റ മെയിൻ വെർബേ കാണുള്ളൂ. ആ ഒരു മെയിൻ വെർബ് ഫസ്റ്റ് ഹെൽപ്പിംഗ് വെർബിനും സ്യൂട്ടബിൾ ആവുന്നുണ്ടോ എന്ന് നോക്കണം, സെക്കൻഡ് വെർബിനും സ്യൂട്ടബിൾ ആവുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, നമുക്ക് നോക്കാം അങ്ങനെ സ്യൂട്ടബിൾ ആവുന്നുണ്ടോ എന്നുള്ളത്. ഇതാണ് ഇവിടുത്തെ മെയിൻ വെർബ് വാച്ച് എന്ന് പറയുന്നത്. വാച്ച് എന്നുള്ളത് ഹാവിന് ചേരത്തില്ല, കാരണം ഹാവിൻ്റെ കൂടെ V3 ചേരത്തുള്ളൂ, വില്ലിൻ്റെ കൂടെ V1 ചേരത്തുള്ളൂ. ഓക്കെ, വാച്ച് എന്നുള്ളത് V1 അല്ലേ, വാച്ച് എന്നുള്ളത് V1 ആണ്. അപ്പോൾ അത് ആർക്കാണ് ചേരുന്നത്? വില്ലിനാണോ ചേരുന്നത്, ഹാവിനാണോ ചേരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്ലിന് ചേരും, പക്ഷേ ആർക്ക് ചേരാതെ വരും? ഹാവിന് ചേരാതെ വരും. മനസ്സിലായോ? അപ്പം 2 ഓക്സിലറി വെർബുകൾ ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ അപ്പം അതിന് ശേഷം വരുന്ന മെയിൻ വെർബ് ആദ്യം വരുന്ന ഓക്സിലറി വെർബിനും അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബിനും രണ്ടാമത് വരുന്ന ഹെൽപ്പിംഗ് വെർബിനും സ്യൂട്ടബിൾ ആകുന്നതായിരിക്കണം. നമുക്ക് തന്നേക്കുന്ന 2 ഓക്സിലറി വെർബുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഹാവും ഒന്ന് വില്ലുമാണ്. ഹാവിന് നമുക്കറിയാം ചേരുന്ന വെർബ് ഫോം എപ്പോഴും V3 ആണെന്നും വില്ലിന് ചേരുന്നത് എപ്പോഴും V1 ആണെന്നും നമുക്കറിയാം, അല്ലയോ?
ഓക്കെയാണ്. അപ്പോൾ ഹാവിന് ചേരുന്നത് എപ്പോഴും V3 ആണ്, വില്ലിന് ചേരുന്നത് V1 ആണ്. നമുക്ക് തന്നേക്കുന്ന സെൻറ്റൻസിൽ തന്നേക്കുന്നത് V1 ആണ്. അപ്പോൾ അത് V1 ഉള്ളതായിട്ടുള്ളത് ആർക്ക് ചേരുന്നത്? വില്ലിന് ചേരും. പക്ഷേ ആർക്ക് ചേരാതെ വന്ന്? ഹാവിന് ചേരാതെ വന്ന്. ഹാവിന് ചേരത്തില്ല. അപ്പോൾ ഹാവിന് ചേരുന്നത് V3 ആണ്. അപ്പോൾ വാച്ച് എന്ന് പറയുന്ന വേർഡിൻ്റെ V3 എന്താണ്? വാച്ച്ഡ് ആണ്. വാച്ച്ഡ് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു V3 നമ്മൾ ഇവിടെ ആർക്ക് കൊടുക്കണം? ഈ ഹാവിന് കൊണ്ടുവന്ന് കൊടുക്കണം. ഐ ഹാവ് നെവർ വാച്ച്ഡ് ആൻഡ് വിൽ നെവർ വാച്ച് ദിസ് മൂവി. പിടികിട്ടിയോ? അപ്പം ഹാവ് എന്ന് പറയുന്ന വേർഡിന് സ്യൂട്ടബിൾ ആകുന്നത് വാച്ച്ഡ് എന്നുള്ളത് വേർഡാണ്, അതായത് V3 ആണ്. അപ്പോൾ ഹാവിന് V3 ആണ്. വില്ലിന് V1 ആണ് ചേരുന്നത്. ഇപ്പോൾ ഓക്കെ ആയല്ലോ? നോക്കിക്കേ, അതായത് നോക്ക്, ഹാവ് എന്ന് പറയുന്നതും വില്ല് എന്ന് പറയുന്നതും ഹാവും വില്ലും. ഹാവിനും ചേരില്ല വാച്ച്, ഹാവിന് ചേരത്തില്ല വാച്ച്. കാരണം വാച്ച് എന്ന് പറയുന്നത് V1 ആണ്. ഇത് V1 ആണ്. അപ്പോൾ ഹാവിന് ചേരത്തില്ല. പക്ഷേ വില്ലിന് V1 ചേരും. വില്ലിന് ചേരും അല്ലേ? ഇത് മനസ്സിലായോ? ഹാവിന് V3 അല്ലേ ചേരത്തുള്ളൂ? വില്ലിന് V1 ചേരത്തുള്ളൂ. അപ്പോൾ ആർക്ക് ചേരുന്നുണ്ട്? വില്ലിന് ചേരുന്നുണ്ട്, ഹാവിന് ചേരുന്നില്ല. കാരണം ഹാവിന് V3 ചേരത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിനെ V3 ആക്കാൻ പറ്റത്തില്ല. ഇതിനെ V3 ആക്കി കഴിഞ്ഞാൽ വില്ലിന് ചേരാതെ വരും. ഓക്കെ. അപ്പോൾ അയാളെ അവിടെ നിർത്തിക്കൊണ്ട് ഹാവിന് സ്യൂട്ടബിൾ ആകുന്ന ഒരു വെർബ് ഫോം ആർക്ക് കൊടുക്കുക? ഹാവിന് കൊടുക്കുക. ഹാവിന് സ്യൂട്ടബിൾ ആകുന്ന വെർബ് ഫോം ഇപ്പോഴും V3 അല്ലേ? അപ്പോൾ വാച്ച് എന്ന് പറയുന്ന വേർഡിൻ്റെ V3 എന്താണ്? വാച്ച്ഡ് ആണ്. അപ്പോൾ വാച്ച്ഡ് എന്നുള്ള വേർഡിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഐ ഹാവ് നെവർ വാച്ച്ഡ് ആൻഡ് വിൽ നെവർ വാച്ച് ദിസ് മൂവി. കണ്ടോ? ഇതാണ്. അപ്പോൾ വെൻ ടു ഹെൽപ്പിംഗ് ഡിഫറെൻറ്റ് വേർബ്സ് ആർ റിക്വയർഡ് ഇൻ എ സെൻറ്റൻസ് വി ഓൾവേസ് യൂസ് മെയിൻ വെർബ് ഇൻ ബോത്ത് ദ കേസസ്. രണ്ട് കേസസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്ത് കൊടുക്കണം? മെയിൻ വെർബ് യൂസ് ചെയ്ത് കൊടുക്കണം. കിട്ടിയോ? ഓക്കെ ആണിത്. അപ്പം ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രിലിംസിനും മെയിൻസിനൊക്കെ ചോദിച്ച് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ഹെൽപ്പിംഗ് വേർബ്സുകൾ അടുത്തടുത്ത് വന്നാൽ അതിനുശേഷം വരുന്ന ഒരു മെയിൻ വെർബ് ആദ്യം വന്നിരിക്കുന്ന മെയിൻ വെർബിനും രണ്ടാമത് വന്നിരിക്കുന്ന മെയിൻ വെർബിനും സ്യൂട്ടബിൾ ആകുന്നുണ്ടോ എന്ന് നോക്കുക. ആകുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കാണോ ആകാത്തത് അയാൾക്ക് സ്യൂട്ടബിൾ ആകുന്ന ഒരു മെയിൻ വെർബ് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അടുത്തത് റിഫ്ലെക്സീവ് പ്രോനൗൺസ്. Reflexive pronouns are used when the subject and the object of a sentence are the same person or thing. റിഫ്ലെക്സീവ് പ്രോനൗൺ എന്താണെന്നൊന്നും നമുക്ക് ചോദിക്കത്തില്ല. എന്തായാലും ഒന്ന് പറഞ്ഞേക്കാം. സബ്ജക്റ്റും ഒബ്ജക്റ്റും ആ സെൻറ്റൻസിലെ സെയിം പേഴ്സൺ ആയിരിക്കാം. അതായത് സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ് ഓഫ് എ സെൻറ്റൻസ് ആർ ദ സെയിം പേഴ്സൺ ഓർ തിങ്. ആ സെൻറ്റൻസിലെ സബ്ജക്റ്റും ആ സെൻറ്റൻസിലെ ഒബ്ജക്റ്റും സെയിം പേഴ്സൺ അല്ലെങ്കിൽ സെയിം തിങ് തന്നെ ആയിരിക്കാം. അങ്ങനെയുള്ള പ്രോനൗൺസിനെ വിളിക്കുന്ന പേരാണ് റിഫ്ലെക്സീവ് പ്രോനൗൺസ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസിൽ സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം ആയിരിക്കും. ഓക്കെ, സെയിം പേഴ്സൺ അല്ലെങ്കിൽ സെയിം തിങ് ആയിരിക്കാം നമ്മൾ ഉപയോഗിക്കുന്നത്. നോക്കിക്കേ, ദേ യൂഷ്വലി എൻഡ് ഇൻ സെൽഫ് അല്ലെങ്കിൽ സെൽസ്. ഈ റിഫ്ലെക്സീവ് പ്രോനൗൺസ് എൻഡ് ചെയ്യുന്നത് ഒന്നീ സെൽഫിലാണ് അല്ലെങ്കിൽ സെൽസിലാണ്. ഐ എന്ന് പറയുന്ന വേർഡിൻ്റെ റിഫ്ലെക്സീവ് പ്രോനൗൺ മൈസെൽഫ് ആണ്. ഐയുടെ താരാണ് മൈസെൽഫ്. വിയുടെ താരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സെൽഫ് ആണ്. യുവിൻ്റെത് യുവർ സെൽഫ് ആണ്. ഹീയുടേത് ഹിംസെൽഫ് ആണ്. ഷീയുടേത് ഹേർ സെൽഫ് ആണ്. ഇറ്റിൻ്റെത് ഇറ്റ് സെൽഫ് ആണ്. ദേയുടേത് ദം സെൽസ് ആണ്. അപ്പോൾ ഇത് ഇത്രയാണ് റിഫ്ലെക്സീവ് പ്രോനൗൺസ്. അതായത് ഇതാണ് സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റുകളുടെ റിഫ്ലെക്സീവ് പ്രോനൗൺസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ റിഫ്ലെക്സീവ് പ്രോനൗൺ മൈസെൽഫ് ആണ്. വി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ റിഫ്ലെക്സീവ് പ്രോനൗൺ അവർ സെൽസ് ആണ്. യുവിൻ്റെത് യുവർ സെൽഫ് ആണ്. ഹീയുടേത് ഹിംസെൽഫ് ആണ്. ഷീയുടേത് ഹേർ സെൽഫ് ആണ്. ഇറ്റിൻ്റെത് ഇറ്റ് സെൽഫ് ആണ്. ദേയുടേത് ദം സെൽസ് ആണ്. ഇതാണ് റിഫ്ലെക്സീവ് പ്രോനൗൺസ്. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കുക. ഇത് ഓക്കെ അല്ലെങ്കിലും ഇത് നോക്കി വെച്ചേക്കാം. അപ്പം ഐയുടെ റിഫ്ലെക്സീവ് പ്രോനൗൺ ആരാണെന്ന് ചോദിച്ചാൽ മൈസെൽഫ് ആണ്. വിയുടെ ആരാണെന്ന് ചോദിച്ചാൽ അവർ സെൽസ് ആണ്. യുവിൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ യുവർ സെൽഫ് ആണ്. ഹീയുടെ ആരാണെന്ന് ചോദിച്ചാൽ ഹിംസെൽഫ് ആണ്. ഷീയുടെ ആരാണെന്ന് ചോദിച്ചാൽ ഹേർ സെൽഫ് ആണ്. ഇറ്റിൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ ഇറ്റ് സെൽഫ് ആണ്. ദേയുടെ ആരാണെന്ന് ചോദിച്ചാൽ ദം സെൽസ് ആണ്. ഓക്കെ, ഇത് ഇത്രയും ഓക്കെയാണ്. റിഫ്ലെക്സീവ് പ്രോനൗൺസ് കനോട്ട് ബി യൂസ്ഡ് ആസ് ദ മെയിൻ സബ്ജക്റ്റ്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. റിഫ്ലെക്സീവ് പ്രോനൗൺസിൽ ഒരു കാരണവശാൽ ഒരു സെൻറ്റൻസിലെ മെയിൻ സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. കനോട്ട് ബി യൂസ്ഡ് ആസ് എ മെയിൻ സബ്ജക്റ്റ്. റിഫ്ലെക്സീവ് പ്രോനൗൺസിനെ ഒരു സെൻറ്റൻസിലെ മെയിൻ സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ ആണോ? അപ്പം റിഫ്ലെക്സീവ് പ്രോനൗൺസിനെ ഒരു സെൻറ്റൻസിൽ നീയും ഞാനും എന്ന് പറയുമ്പോൾ
യു ആൻഡ് മൈസെൽഫ്. നോക്കിക്കേ, യു ആൻഡ് മൈസെൽഫ് വിൽ ലീവ് ടു പാരീസ് ടുമോറോ. നീയും ഞാനും, അതായത് യു ആൻഡ് മൈസെൽഫ്, നീയും ഞാനും. മൈസെൽഫിന് എവിടെ വന്നുണ്ട്? മൈസെൽഫ് ഒരു റിഫ്ലെക്സീവ് പ്രോനൗൺ ആണ് അല്ലേ? ഇത് ശരിയാണോ തെറ്റാണോ? ഈ യു ആൻഡ് മൈസെൽഫ് എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്, സബ്ജക്റ്റായിട്ട് വന്നിരിക്കുകയാണ് യു ആൻഡ് മൈസെൽഫ്. ശരിയാണോ തെറ്റാണോ? ഇത് തെറ്റാണ്. അതായത് മൈസെൽഫ് കയറി അവിടെ വന്ന് സബ്ജക്റ്റിൻ്റെ പ്ലേസിൽ വന്നിരിക്കുകയാണ് അല്ലേ? അതായത് ഒരിക്കലും അങ്ങനെ വന്നുകൂടാ. റിഫ്ലെക്സീവ് പ്രോനൗൺസിനെ സബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പാടില്ലെന്നല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടോ, റിഫ്ലെക്സീവ് പ്രോനൗൺസിനെ സബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. യു ആൻഡ് മൈസെൽഫ് തെറ്റാണ്. മൈസെൽഫ് എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് പ്രോനൗൺ ആണ്. അതായത് യു ആൻഡ് ഐ വിൽ ലീവ് ടു പാരീസ് ടുമോറോ. അപ്പോൾ എന്താ വന്നു? യു ആൻഡ് ഐ എന്ന് വന്നു. യു ആൻഡ് ഐ, യു ആൻഡ് മൈസെൽഫ് എന്നുള്ളത് യു ആൻഡ് ഐ ആയി. മനസ്സിലായോ? അപ്പോൾ മൈസെൽഫിനെ മാറ്റിയിട്ട് നമ്മളിവിടെ എന്ത് കൊടുത്തു? സബ്ജക്റ്റീവായിട്ടുള്ള ഐനെ കൊടുത്തു. അപ്പോൾ യു ആൻഡ് ഐ വിൽ ലീവ് ടു പാരീസ് ടുമോറോ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ എന്താണ് മനസ്സിലാക്കിയത്? യു ആൻഡ് മൈസെൽഫ് എന്നുള്ളത് നീയും ഞാനും എന്നാണ് അർത്ഥം. അതാണ് നീയും ഞാനും എന്നാണ്. അപ്പോൾ യു ആൻഡ് മൈസെൽഫ് എന്ന് പറയാൻ പറ്റത്തില്ല, യു ആൻഡ് ഐ എന്നേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ ആണോ? മൈസെൽഫ് എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് പ്രോനൗൺ ആയതുകൊണ്ട് റിഫ്ലെക്സീവ് പ്രോനൗൺസിനെ സബ്ജക്റ്റിൻ്റെ പ്ലേസിൽ യൂസ് ചെയ്യാൻ പാടില്ല. സബ്ജക്റ്റിൻ്റെ പ്ലേസിൽ സബ്ജക്റ്റീവ് പ്രോനൗൺസ് അല്ലേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് മൈസെൽഫിൻ്റെ സബ്ജക്റ്റീവ് പ്രോനൗൺ ആയിട്ടുള്ള ഐയെ നമ്മളിവിടെ യൂസ് ചെയ്തു. അപ്പോൾ യു ആൻഡ് മൈസെൽഫ് എന്നുള്ളത് യു ആൻഡ് ഐ ആയിട്ട് മാറി. ഓക്കെ, ഇനി അടുത്ത യൂസ് റിഫ്ലെക്സീവ് പ്രോനൗൺ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. യൂസ് റിഫ്ലെക്സീവ് പ്രോനൗൺസ് ആഫ്റ്റർ വേർബ്സ് ലൈക്ക് അമ്യൂസ്, അവെയിൽ, ആബ്സെൻറ്റ്, ബിഹേവ്, കട്ട്, ഡ്രൈ, എൻജോയ്, ഹേർട്ട് എക്സെട്ര. ഈ ഇത്രയും വേർഡ്സിൻ്റെ കൂടെ നമുക്ക് റിഫ്ലെക്സീവ് പ്രോനൗൺസിനെ യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത്രയും വേർഡ്സിൻ്റെ കൂടെ നമുക്ക് റിഫ്ലെക്സീവ് പ്രോനൗൺസിനെ യൂസ് ചെയ്യാൻ സാധിക്കും. ഏതൊക്കെയാണ് വേർഡ്സ്? അമ്യൂസ്, അവെയിൽ, ആബ്സെൻറ്റ്, ബിഹേവ്, കട്ട്, ഡ്രൈ, ഹേർട്ട്, എൻജോയ്, ഹേർട്ട് പറഞ്ഞു, ഡ്രൈ, ഇതെല്ലാം പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയും വേർഡ്സിൻ്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യാം? റിഫ്ലെക്സീവ് പ്രോനൗൺസ് യൂസ് ചെയ്യാൻ പാടുണ്ട്. ഓക്കെ, അതായത് പറ്റുമെന്നർത്ഥം. ഓക്കെ, അതായത് റിഫ്ലെക്സീവ് പ്രോനൗൺസിനെ നമുക്ക് ഈ പറഞ്ഞ വേർഡ്സിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ സാധിക്കുമെന്നർത്ഥം. ഏതൊക്കെയാണ് വേർഡ്സ് നോക്കിക്കേ? അമ്യൂസ് ഉണ്ട്, അവെയിലുണ്ട്, ആബ്സെൻ്റ് ഉണ്ട്, ബിഹേവ് ഉണ്ട്, കട്ടുണ്ട്, ഡ്രൈ ഉണ്ട്, എൻജോയ് ഉണ്ട്, ഹേർട്ട് ഉണ്ട്. ഏതൊക്കെയാണ് റിഫ്ലെക്സീവ് പ്രോനൗൺസ് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർബുകൾ? ഏതൊക്കെയാണ്? അമ്യൂസ് ഉണ്ട്, അവെയിലുണ്ട്, ആബ്സെൻ്റ് ഉണ്ട്, ബിഹേവ് ഉണ്ട്, കട്ടുണ്ട്, ഡ്രൈ ഉണ്ട്, ഹേർട്ട് ഉണ്ട്, എൻജോയ് ഉണ്ട്. ഓക്കെ ആണോ? ഇത്രയും വേർഡ്സിൻ്റെ കൂടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? റിഫ്ലെക്സീവ് പ്രോനൗൺസ് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എക്സാമ്പിൾസ്. ഐ എൻജോയ്ഡ് അറ്റ് ദ മൂവി. ഇൻകറക്റ്റ് ആണ്. ഐ എൻജോയ്ഡ് മൈസെൽഫ് അറ്റ് ദ മൂവി എന്നാണ് പറയേണ്ടത്. ഐ എൻജോയ്ഡ്, ഇവിടെ എൻജോയ് എന്ന് പറയുന്ന വേർഡില്ലേ, ഐ എൻജോയ്ഡ്, ഐ അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഐയുടെ റിഫ്ലെക്സീവ് പ്രോനൗൺ എന്താണെന്ന് ചോദിച്ചാൽ മൈസെൽഫാണ്. അപ്പം വെർബ് കഴിഞ്ഞ് വേണം കൊടുക്കാൻ. ഐ എൻജോയ്ഡ് മൈസെൽഫ് അറ്റ് ദ മൂവി എന്ന് പറയണം. ഓക്കെ, അപ്പം ഏതൊക്കെ വേർഡുകളാണ് റിഫ്ലെക്സീവ് പ്രോനൗൺസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ വെർബുകളാണ്? ഏതൊക്കെയാണ്? അമ്യൂസ്, അവെയിൽ, ആബ്സെൻറ്റ്, ബിഹേവ്, കട്ട്, ഡ്രൈ, ഹേർട്ട്, എൻജോയ്. ഇത്രയും വേർഡ്സിൻ്റെ കൂടെ നമുക്ക് ഇത്രയും വെർബുകൾ കഴിഞ്ഞതിന് ശേഷം ആ വെർബിന് ശേഷം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? റിഫ്ലെക്സീവ് പ്രോനൗൺസ് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി റിഫ്ലെക്സീവ് പ്രോനൗൺസ് യൂസ് ചെയ്യാൻ സാധിക്കാത്ത വേർഡ്സുകൾ അത് ഈ ഒരു എക്സാമ്പിളിൽ പറഞ്ഞിട്ട് പറയാം. ദ ചിൽഡ്രൻ ഓൾവേസ് എൻജോയ്. അതുകൊണ്ട് എൻജോയ് എന്നുള്ള പറയുന്ന വേർഡ് വന്ന് എൻജോയ്. അപ്പോൾ നമ്മൾ നോക്കണം സബ്ജക്റ്റ് ആരാണെന്ന്. ചിൽഡ്രൻ ആണ്. ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ദേ അല്ലേ വരുന്നത്. ചിൽഡ്രന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റിഫ്ലെക്സീവ് പ്രോനൗൺ ദംസെൽസ് ആണ്. എന്താന്ന് പറയുന്നത്? ദംസെൽസ്. അപ്പോൾ ദ ചിൽഡ്രൻ ഓൾവേസ് എൻജോയ് ദംസെൽസ് അറ്റ് ദ സീസൈഡ് എന്ന് വന്നു. ഓക്കെ, അപ്പം ഏതൊക്കെ വേർഡുകൾക്ക് ശേഷമാണ് നമുക്ക് റിഫ്ലെക്സീവ് പ്രോനൗൺസ് യൂസ് ചെയ്യാൻ പറ്റുന്ന വെർബുകൾ ഏതൊക്കെയാണ്? അമ്യൂസ്, അവെയിൽ, ആബ്സെൻറ്റ്, ബിഹേവ്, കട്ട്, ഡ്രൈ, ഹേർട്ട്, എൻജോയ്. ഇത്രയും വെർബുകൾക്ക് ശേഷം നമുക്ക് റിഫ്ലെക്സീവ് പ്രോനൗൺസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. ഓക്കെ, യൂസ് ചെയ്യാം. ഇനി ഡു നോട്ട് യൂസ് റിഫ്ലെക്സീവ് പ്രോനൗൺസ് ആഫ്റ്റർ വേർബ്സ് ഡിസ്ക്രൈബിങ് തിങ്സ് പീപ്പിൾ യൂഷ്വലി ഡു ഫോർ ദംസെൽസ്. അതായത് ഡിസ്ക്രൈബിങ് പീപ്പിൾ യൂഷ്വലി ഡു ഫോർ ദംസെൽസ്. നമുക്ക് സ്വയം നമുക്ക് വേണ്ടി തന്നെ ചെയ്യുന്നതായിട്ടുള്ള കുറേ വെർബുകളുണ്ട്. അതായത് ഡ്രസ്സ്, അതേപോലെ വാഷ്, ഷേവ്, ഡ്രസ്സ്, വാഷ്, ഷേവ്, ഡ്രസ്സ്, റെസ്റ്റ്, സ്റ്റോപ്പ്. ഈ ഇത്രയും വേർഡുകളുടെ ശേഷം റിഫ്ലെക്സീവ് പ്രോനൗൺസ് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഐ വാഷ് മൈസെൽഫ് എന്ന് പറയാൻ പാടില്ല. ഓക്കെ,
അല്ലെങ്കിൽ ഐ ഡ്രസ് മൈസെൽഫ് എന്നൊന്നും പറയാൻ പാടില്ല. ദേ ഡ്രസ് ദംസെൽസ് എന്നൊന്നും പറയാൻ പാടില്ല. ഓക്കെ, അതായത് ഏതൊക്കെ വെർബുകൾക്ക് ശേഷമാണ് യൂസ് ചെയ്യാൻ പാടില്ലാത്തത്? വാഷ്, ഷേവ്, ഡ്രസ്സ്, റെസ്റ്റ്, സ്റ്റോപ്പ്. ഇത്രയും വേർഡുകൾക്ക് ശേഷം, ഈ ഇത്രയും റിഫ്ലെക്സീവ് പ്രൊനൗൺസുകൾക്ക് ശേഷം എന്ത് യൂസ് ചെയ്യാൻ പാടില്ല? റിഫ്ലെക്സീവ് പ്രൊനൗൺസ് യൂസ് ചെയ്യാൻ പാടില്ല. ഏതൊക്കെ വേർഡുകൾക്ക് ശേഷം യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു? അബ്യൂസ്, നോട്ട് അബ്യൂസ്, അമ്യൂസ്, അവെയിൽ, ആബ്സെൻറ്റ്, ബിഹേവ്, കട്ട്, ഡ്രൈ, എൻജോയ്, ഹേർട്ട്. ഇത്രയും വേർഡുകൾക്ക് ശേഷം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഏതൊക്കെ വേർഡുകൾക്ക് ശേഷം യൂസ് ചെയ്യാൻ പറ്റത്തില്ല? വാഷ്, ഡ്രസ്സ്, ഷേവ്, റെസ്റ്റ്, സ്റ്റോപ്പ്. ഇതിൾക്ക് ശേഷം യൂസ് ചെയ്യാൻ പാടില്ല. ഹി ഓൾവേസ് ഷേവ്ഡ് ഹിംസെൽഫ് ബിഫോർ ഗോയിങ് ഔട്ട് ഇൻ ദ ഈവനിങ്. തെറ്റാണ് അല്ലേ? ഹി ഓൾവേസ് ഷേവ്ഡ് എന്നുള്ള വേർഡുണ്ട്. ഷേവ്ഡ് ഹിംസെൽഫ് എന്ന് പറയുമോ? ഇല്ല. ഹി ഓൾവേസ് ഷേവ്ഡ് ബിഫോർ ഗോയിങ് ഔട്ട് ഇൻ ദ ഈവനിങ്. അത് ഷേവ്ഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ കൂടെ നമ്മൾ ഏത് ഉപയോഗിക്കത്തില്ല? റിഫ്ലെക്സീവ് പ്രൊനൗൺസ് യൂസ് ചെയ്യത്തില്ല. ഓക്കെ ആണോ? ഏതൊക്കെയാണ് വേർഡ്സ്? വാഷ്, ഷേവ്, ഡ്രസ്സ്, റെസ്റ്റ്, സ്റ്റോപ്പ്. ഇതാണ് വാഷ്, ഷേവ്, ഡ്രസ്സ്, റെസ്റ്റ്, സ്റ്റോപ്പ്. ഇത്രയും വേർബുകൾക്ക് ശേഷം നമ്മൾ റിഫ്ലെക്സീവ് പ്രൊനൗൺസ് യൂസ് ചെയ്യത്തില്ല. അമ്യൂസ്, അവെയിൽ, ആബ്സെൻറ്റ്, ബിഹേവ്, കട്ട്, ഡ്രൈ, എൻജോയ്. ഇത്രയും വേർഡുകൾക്ക് ശേഷം, വെർബുകൾക്ക് ശേഷം നമ്മൾ റിഫ്ലെക്സീവ് പ്രൊനൗൺസ് യൂസ് ചെയ്യാറുണ്ട്. ഇത്ര ഓക്കെ ആണോ? ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്, പറഞ്ഞത്. ഒപ്റ്റേറ്റീവ് സെൻറ്റൻസ് എന്താണെന്ന് പറഞ്ഞു. ഒപ്റ്റേറ്റീവ് സെൻറ്റൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡുകൾ മേയും വിഷു ആണ്. ഒപ്റ്റേറ്റീവ് സെൻറ്റൻസിൽ ചില സെൻറ്റൻസിൽ മേ ഹിഡൻ ആയിരിക്കാം. ഒപ്റ്റേറ്റീവ് സെൻറ്റൻസിൽ ഒറ്റ കാര്യമുള്ളൂ. ഇതാണ് ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്, മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്. ഇതാണ് In the case of optative sentences, whether the subject is singular, we use the base form of the verb. അതായത് ഒപ്റ്റേറ്റീവ് സെൻറ്റൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആയിക്കോട്ടെ പ്ലൂറൽ ആയിക്കോട്ടെ നമ്മൾ യൂസ് ചെയ്യുന്ന വെർബ് എപ്പോഴും ബേസ് ഫോം ഓഫ് ദ വെർബ് ആയിരിക്കാം. ഓക്കെ ആണല്ലോ? ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് 8 ഉണ്ട്. സമ്മൺ, സംബഡി, എനിവൺ, എനിബഡി, എവരിബഡി, നോവൺ, നോബഡി. ഇത്രയുമേനെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കാണേണ്ടത്. അപ്പോൾ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിനെ സിംഗുലർ ആയിട്ട് കാണുമോ പ്ലൂറലായിട്ട് കാണുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗുലർ ആയിട്ടേ കാണാൻ പാടുള്ളൂ. സ്യൂഡോ സബ്ജക്ട്സ് അല്ലെങ്കിൽ ഡമ്മി സബ്ജക്ട്സ് ഒരു സെൻറ്റൻസിനെ മീനിങ് ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും തമ്മിൽ കണക്ഷൻ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡമ്മി ആയിട്ട് അല്ലെങ്കിൽ സ്യൂഡോ ആയിട്ട് ഇറ്റെന്നോ ദെയറെന്നോ പറയുന്ന ഒരു സ്യൂഡോ സബ്ജക്റ്റിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ആഡ് ചെയ്യുന്ന സബ്ജക്റ്റിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ സബ്ജക്റ്റ്. സ്യൂഡോ സബ്ജക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സുകൾ ഇറ്റ് ഒന്നെങ്കിൽ ദെയർ ആണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഫസ്റ്റ് പാർട്ടിലെ വേർഡും സെക്കൻഡ് പാർട്ടിലെ സബ്ജക്റ്റും തമ്മിൽ കണക്ഷൻ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സ്യൂഡോ സബ്ജക്ട്സിനെ അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ രണ്ട് ഹെൽപ്പിംഗ് വേർബ്സ് ഒരു സെൻറ്റൻസിൽ വന്നാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ഹെൽപ്പിംഗ് വേർബ്സ് ഒരു സെൻറ്റൻസിൽ വന്നാൽ ആദ്യം വന്നേക്കുന്ന ഹെൽപ്പിംഗ് വെർബിനും രണ്ടാമത് വന്നേക്കുന്ന ഹെൽപ്പിംഗ് വെർബിനും സ്യൂട്ടബിൾ ആകുന്ന മെയിൻ വെർബ് ആയിരിക്കണം അത് ശേഷം കൊടുത്തിരിക്കുന്നത്. ഒറ്റ മെയിൻ വെർബേ ആ സെൻറ്റൻസിൽ കൊടുത്തിട്ടുണ്ടാവത്തുള്ളൂ. ആ മെയിൻ വെർബ് ആദ്യം വന്നേക്കുന്ന ഹെൽപ്പിംഗ് വെർബിന് രണ്ടാമത് വന്നേക്കുന്ന ഹെൽപ്പിംഗ് വെർബിന് സ്യൂട്ടബിൾ ആണോ എന്ന് നോക്കുക. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമ്മളായിട്ട് ഒരു ഹെൽപ്പിംഗ് വെർബിനെ കൊടുക്കുക. ആർക്കാണോ സ്യൂട്ടബിൾ ആവാത്തത് ആ ആൾക്ക് നമ്മൾ എക്സ്ട്രാ കൊടുക്കുക. ഹാസോ, ഹാവോ, ഹാഡോ വന്നാൽ V3 ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, വില്ല്, ഷാല് അങ്ങനെയുള്ള മോഡൽ ഓക്സിലറീസ് എല്ലാം വന്നാൽ V1 ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം അറിഞ്ഞിരിക്കേണ്ട ഹാസോ, ഹാവോ, ഹാഡോ വന്നാൽ നമ്മൾ എപ്പോഴും V3 യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതായത് തേർഡ് ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. ഹാസ്, ഹാവ്, ഹാഡ് ഏതാണ്? ഹാസ്, ഹാവ്, ഹാഡ് വന്നാൽ V3 ആണ് യൂസ് ചെയ്യേണ്ടത്. മറിച്ച് മോഡൽ ഓക്സിലറീസ് വില്ല്, ഷാല്, ക്യാന്, മേ, മൈറ്റ്, മസ്റ്റ്, വുഡ്, ഷുഡ്, കുഡ് ഇങ്ങനെയുള്ള മോഡൽ ഓക്സിലറീസ് ഒക്കെ വന്നാൽ V1 വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, റിഫ്ലെക്സീവ് പ്രൊനൗൺസ് മൈസെൽഫ്, അവർസെൽഫ്, യുവർ സെൽഫ്, ഹിംസെൽഫ്, ഹെർസെൽഫ്, ഇറ്റ്സെൽഫ്, ദംസെൽഫ്. ഈ റിഫ്ലെക്സീവ് പ്രൊനൗൺസ് ഏതൊക്കെ ഇത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. റിഫ്ലെക്സീവ് പ്രൊനൗൺസിനെ സബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. റിഫ്ലെക്സീവ് പ്രൊനൗൺസ് കനോട്ട് ബി യൂസ്ഡ് ആസ് ദ
മെയിൻ സബ്ജക്റ്റ് സെൻറ്റൻസിലെ മെയിൻ സബ്ജക്റ്റായിട്ട് നമ്മൾ ആരെ യൂസ് ചെയ്യാൻ പാടില്ല, റിഫ്ലെക്സീവ് പ്രൊനൗൺസിനെ യൂസ് ചെയ്യാൻ പാടില്ല. ഏതൊക്കെ വേർഡുകൾക്ക് ശേഷം റിഫ്ലെക്സീവ് പ്രൊനൗൺസ് യൂസ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ വേർഡുകൾക്ക് ശേഷമാണ്? അമ്യൂസ്, അവെയിൽ, ആബ്സെൻറ്റ്, ബിഹേവ്, കട്ട്, ഡ്രൈ, എൻജോയ്, ഹേർട്ട് എന്ന് പറയുന്ന വെർബുകൾക്കൊക്കെ ശേഷം നമുക്ക് റിഫ്ലെക്സീവ് പ്രൊനൗൺസ് യൂസ് ചെയ്യാൻ സാധിക്കും. മറിച്ച് വാഷ്, ഡ്രസ്സ്, റെസ്റ്റ്, സ്റ്റോപ്പ്, ഷേവ് എന്ന് പറയുന്ന വേർഡുകൾക്ക് ശേഷം റിഫ്ലെക്സീവ് പ്രൊനൗൺസ് ഒന്നും യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഇത്രയും കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കുക, ഒന്ന് വായിച്ച് നോക്കുക, ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കുക. ഒപ്റ്റേറ്റീവ് സെൻറ്റൻസസ് ആദ്യം പറഞ്ഞത് ഒപ്റ്റേറ്റീവ് സെൻറ്റൻസസ്. രണ്ടാമത് പറഞ്ഞത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്. 8 എണ്ണം ഉണ്ട്, സിംഗുലറായിട്ട് കാണാവൂ. സ്യൂഡോ സബ്ജക്ട്സ്, സെക്കൻഡ് പാർട്ടിലെ മെയിൻ സബ്ജക്റ്റും ഫസ്റ്റ് പാർട്ടിലെ വേർഡും തമ്മിൽ കണക്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു വേർഡിനെ ആഡ് ചെയ്യുന്ന ആ വേർഡിനെ വിളിക്കുന്ന പേരാണ് സ്യൂഡോ സബ്ജക്റ്റ്. 2 ഹെൽപ്പിംഗ് വേർബ്സ് വന്നാൽ ആദ്യം വന്നിരിക്കുന്ന ഹെൽപ്പിംഗ് വെർബും രണ്ടാമത് വന്നിരിക്കുന്ന ഹെൽപ്പിംഗ് വെർബിന് സ്യൂട്ടബിൾ ആകുന്നതായിരിക്കണം അതിനുശേഷം വന്നിരിക്കുന്ന മെയിൻ വെർബ്. റിഫ്ലെക്സീവ് പ്രോനൗൺസ് ഏതൊക്കെയാണ് എന്നും റിഫ്ലെക്സീവ് പ്രോനൗൺസിനെ ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല എന്നും ഏതൊക്കെ വേർഡുകൾക്ക് ശേഷം റിഫ്ലെക്സീവ് പ്രോനൗൺസിന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അമ്യൂസ്, അവെയിൽ, ആബ്സെൻറ്റ്, ബിഹേവ്, കട്ട്, ഡ്രൈ, എൻജോയ്, ഹേർട്ട് ഇത്രയും വേർഡ്സുകൾക്ക് ശേഷം ഉപയോഗിക്കാം. അതേസമയം വാഷ്, ഷേവ്, ഡ്രസ്സ്, റെസ്റ്റ്, സ്റ്റോപ്പ് ഇത്രയും വേർഡുകൾക്ക് ശേഷം റിഫ്ലെക്സീവ് പ്രോനൗൺസ് യൂസ് ചെയ്യാൻ പാടില്ല. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിലൂടെ ബാക്കിയുള്ള ഗ്രാമർ റൂൾസായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.